കാശ്മീരിലുണ്ടായ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ നിരന്തരം നമ്മുടെ ശത്രുരാജ്യം നമ്മളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രതിരോധ സെക്രട്ടറിയുമായി നമ്മുടെ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും നമ്മുടെ ഇന്ത്യയിലുള്ള പൗരന്മാർ ചാരവൃത്തി ചെയ്യുന്നു, പാകിസ്ഥാന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കാരണം തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ അറസ്റ്റാണ് ഉണ്ടാകുന്നത്. ആദ്യം ബീഹാറിലെ ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ഇത്തരം ഈ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായത്. ഇപ്പോൾ രണ്ടുപേരെ പഞ്ചാബിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത്. ആ പഞ്ചാബിലെ രണ്ട് സ്വദേശികളാണ്. അവർ നിരന്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കാരണം ഈ സമയം അറിയാലോ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരസ്പരം രണ്ട് രാജ്യങ്ങളും വീക്ഷിക്കുകയാണ്. പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം നീക്കങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഇന്ത്യ കൃത്യമായി വീക്ഷിക്കുമ്പോൾ അതിന് പകരമായി തന്നെ ഇന്ത്യ എന്തെല്ലാം നീക്കങ്ങൾ നടത്തുന്നു, ഇന്ത്യയുടെ തന്ത്രപ്രധാന സ്ഥലങ്ങൾ വീക്ഷിക്കുക, അതോടൊപ്പം തന്നെ നേതാക്കളുടെ നീക്കങ്ങൾ വീക്ഷിക്കുക, അങ്ങനെയെല്ലാം പരസ്പരം രണ്ട് രാജ്യങ്ങളും ചെയ്യുമ്പോഴാണ് ഇന്ത്യയിൽ നിന്നും രണ്ടുപേർ ഇത്തരം പഞ്ചാബാണല്ലോ ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ വലിയ ജാഗ്രതയോടുകൂടിയാണ് ആ പ്രദേശത്തുള്ള അധികൃതർ ഉൾപ്പെടെ മുന്നോട്ട് പോകുമ്പോഴാണ് രണ്ടുപേർ പിടിയിലായിരിക്കുന്നത്. അവർ പ്രധാനമായി തന്നെ ഈ പഞ്ചാബിലെ അമൃതസർ വിമാനത്താവളത്തിലെ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങളുടെ എല്ലാം ദൃശ്യങ്ങൾ പകർത്തിയാണ് ഈ പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതൊരു മഹിക്, അതോടൊപ്പം തന്നെ സൂരജ് മഹീസ്, ആ രണ്ടുപേരാണ് ഈ അറസ്റ്റിലായിരിക്കുന്നത്. നാം ഇതിനു മുൻപും ബീഹാറിലും കണ്ടിരുന്നു. അതെന്തായാലും ഇന്ത്യൻ ഗവൺമെൻറ് കാര്യമായി തന്നെ നിരീക്ഷിക്കേണ്ടതാണ്. നാം കാശ്മീരുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നല്ലോ, തീവ്രവാദികൾക്ക് വലിയ രീതിയിൽ പിന്തുണ കാശ്മീരിലെ അവിടുത്തെ ജനങ്ങൾ നൽകിയിരുന്നു. അല്ലാതെ ഒരു പ്രദേശത്തേക്ക് വന്നിട്ട് ഒരു 4-5 പേർ ഒരുമിച്ച് വന്ന് അവിടെ ഒരു കൊലപാതകം നടത്തിയിട്ട്, ഒരു കൂട്ടക്കൊല നടത്തിയിട്ട്, ഭീകരാക്രമണം നടത്തിയിട്ട് അങ്ങ് പെട്ടെന്ന് അവിടെ നിന്നും ഓടി മറയാൻ കഴിയില്ല. കാരണം കൃത്യമായി തന്നെ അവിടെ സൈനികരില്ല, പോലീസില്ല, അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരില്ല, സാധാരണക്കാർ മാത്രം എത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഏത് വഴി വന്നാൽ ഏത് സമയത്താണ് ഏറ്റവും അധികം തിരക്കുള്ളത് ആ സമയം നോക്കി വന്ന് അവരെ മതം ചോദിച്ച് കൊലപ്പെടുത്തുകയാണെങ്കിൽ അതിൽ കൃത്യമായ ഒരു പഠനം നടത്തണമല്ലോ. ആ പഠനം നടത്താൻ അവിടുത്തെ പ്രാദേശിക സഹായം എന്തായാലും ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു 150 പേരിലധികം ആൾക്കാരെ അവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്യുകയാണ്. അവരുടെ പങ്ക് എന്തായാലും ആരെല്ലാം ഇതിൽ ഈ ഭീകരവാദികളെ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം കൂടുതൽ പിന്നീടാണ് തെളിവ് വരേണ്ടത്. അതോടൊപ്പം തന്നെ ഇവർ രക്ഷപ്പെടുകയും ചെയ്തു. രക്ഷപ്പെട്ടതിന് ശേഷം തന്നെ ഇപ്പോൾ ഒരാഴ്ചയിലധികമാണ്. എന്നിട്ടും ഈ ഭീകരവാദികളെ പിടികൂടാൻ കഴിയുന്നില്ല. പക്ഷേ പല ഭീകരവാദികൾക്ക് ഭക്ഷണം വേണമല്ലോ. ഭക്ഷണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് കൃത്യമായി തന്നെ വനത്തിനുള്ളിൽ ലഭിക്കുകയാണ്. ഇന്നലെ 2 ദിവസം മുൻപ് തന്നെ ഒരു വാർത്ത വന്നിരുന്നു. അവിടുത്തെ വനത്തിന് സമീപ ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തിയിരുന്നു. കാരണം ഈ പ്രദേശവാസികൾ കാട്ടിന് സമീപ ഭക്ഷണം കൊണ്ടുവയ്ക്കുകയും അത് ഭീകരവാദികൾ എടുത്ത് അവർ കഴിച്ച് കാട്ടിനുള്ളിൽ തന്നെ വസിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ പ്രാദേശികമായ വലിയ പിന്തുണയാണ് അവർക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ടല്ലോ, ഈ ആക്രമണത്തിന് പിന്നാലെ പല ഗ്രാമങ്ങളിലും എത്തിയതായി, ആ ഗ്രാമങ്ങളിൽ നിന്നും ഭക്ഷണം ആവശ്യപ്പെട്ടതായും ആ രീതിയിലെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിലിരുന്നു കൊണ്ട് അങ്ങനെ കാശ്മീരിനെ കുറിച്ച് അവർക്ക് പ്രാദേശിക പിന്തുണ ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിനെതിരെ വലിയ എതിർപ്പ് വരാം. കാരണം കാശ്മീരിനെ അങ്ങനെ ദൈവതുല്യമായി കാണുകയാണ്. അവിടുത്തെ ജനങ്ങളെയെല്ലാം അവരെല്ലാം വലിയ രീതിയിൽ തന്നെ ഭീകരവാദികൾക്കെതിരാണ്, ഭീകരവാദികൾ അവർ ഒരിക്കലും പിന്തുണയ്ക്കില്ല എന്ന രീതിയിലുള്ള ചില നീക്കങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഈ ഇന്ത്യയിൽ പലയിടങ്ങളിലും അവരെ പിന്തുണയ്ക്കുന്നതിന്റെ തെളിവുകളാണ്. മതത്തിന് അതീതമായി തന്നെ ഒരു പിന്തുണ ലഭിക്കുന്ന ഒരു തെളിവാണ് നാം ബീഹാറിലും. പ്രധാന കാരണം ഇപ്പൊ സൈനിക ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തതായിട്ടും മറ്റുള്ള തരത്തിലൊക്കെ മെയിനായിട്ട് ഈ നമുക്കറിയാം, ഈ ഗവൺമെന്റ് സർവീസിലൊക്കെ ഇരിക്കുന്നവർക്ക് പ്രധാനപ്പെട്ട ഒരു ചാരവൃത്തി ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇവിടുത്തെ സ്രോതസ്സുകളും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കാനും അത് അവരിൽ എത്തിക്കാനും എളുപ്പമായിരിക്കും. മാത്രമല്ല അതിന് തക്ക ഒരു പണമായിരിക്കും ഇതിന്റെ പ്രധാനം, അല്ലേ? അല്ല, പണം മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ സംഭവം ഇപ്പോഴുള്ളത് മാത്രമല്ല, ഈ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട് പല ഉന്നത ഉദ്യോഗസ്ഥരെയും അറസ്റ്റിലാകുന്ന കാര്യങ്ങൾ നാം കണ്ടിട്ടുണ്ട്. ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ചില യുവതികൾ ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധം സ്ഥാപിക്കുകയും പല നിർണായകമായ സൈനിക നീക്കങ്ങൾ ചോർത്തി നൽകുന്ന ഒരു അവസ്ഥ മുൻകാലങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ നിലവിലൊരു സാഹചര്യമുണ്ടല്ലോ, ഇന്ത്യ വളരെയധികം വികസനത്തിലേക്ക് പോവുകയാണ്. ഓരോ മനുഷ്യന്റെ ജീവനും കൂടുതൽ വിലയുണ്ട്. ഇസ്രയേലിനെല്ലാം കണ്ടിട്ടുണ്ടല്ലോ, ഒരു ജീവൻ തന്നെ നഷ്ടമായാറോ വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് സമാനമായി തന്നെ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരമായ ചെറിയ വീഴ്ചകൾ പോലും വലിയ രീതിയിൽ ചർച്ചയാകും.
പ്രതിപക്ഷ പാർട്ടികൾ അതിനെതിരെ വിമർശിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതിൽ ജാഗ്രത പുലർത്തി പോകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. അതിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ചയുണ്ടെങ്കിൽ അത് പരിശോധിക്കുക തന്നെ ചെയ്യണം. കാരണം ആ രീതിയിലുള്ള അന്വേഷണങ്ങളുമായി തന്നെ മുന്നോട്ട് പോകണം. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൃത്യമായ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയായിരിക്കും ഉണ്ടാവുക. ഇത് തന്നെ വലിയ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി പല ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയും ടൂറിസം കേന്ദ്രത്തിൽ ഇത്രയും പേർ, ആയിരക്കണക്കിന് പേർ ഒന്നിച്ചെത്തുന്ന ആ ടൂറിസം കേന്ദ്രത്തിൽ എന്തുകൊണ്ട് കൃത്യമായി സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ലെന്ന ചോദ്യം പലതവണ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് നാം പാകിസ്ഥാനെ എതിർക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് കൂടുതൽ ചർച്ചയിലേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ കടക്കാത്തത്. അതിനുശേഷം തിരിച്ചടിക്ക് ശേഷം ഇതിനെക്കുറിച്ചുള്ള കൃത്യമായി തന്നെ ചർച്ചകളും ഇന്ത്യയിൽ ഉണ്ടാകും. എന്തായാലും ഇത്തരത്തിലുള്ള ഈ ചാരപ്രവർത്തനങ്ങളും ഇന്ത്യയിൽ വർദ്ധിച്ചു വരികയാണ്. ആ രീതിയിലുള്ള വലിയ ചാരപ്രവർത്തനങ്ങളുമായി പോവുകയാണെങ്കിൽ ഇന്ത്യക്കും വലിയ തിരിച്ചടി ഉണ്ടാകും. അതേ സമയത്ത് തന്നെ പാകിസ്ഥാനിൽ ഈ പ്രതിസന്ധി വലിയ രീതിയിൽ നിലനിൽക്കുന്നു. അത് ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ടാണ്. ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്വന്തം രാജ്യം വേണമെന്ന ആവശ്യവുമായി അവർ കുറച്ച് നാളുകളായി തന്നെ വലിയ സമരത്തിലാണ്. പാകിസ്ഥാൻ സൈനികർക്കെതിരാണ്. അവിടെ സൈനികരെ കൊലപ്പെടുത്തുന്നു, ട്രെയിൻ തട്ടിക്കൊണ്ടുപോകുന്നു, കുഴിബോംബ് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾ, സൈനികർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ബോംബ് വെച്ച് തകർക്കുന്ന ഒരു അവസ്ഥയെല്ലാം നാം പലതവണ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ പക്ഷെ അവരെ സഹായിക്കുന്ന ഒരു നിലപാട് ഇന്ത്യ എടുക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ വിമർശനം. കാരണം പാകിസ്ഥാനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് ഇന്ത്യ പലതവണ സഹായം നൽകുന്നു. അതുകൊണ്ടാണ് ഇത്തരം ചാരപ്രവർത്തികളും ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയിൽ നടക്കുന്നതെന്ന് അവർ പറയാതെ പറയുകയാണ്. പക്ഷേ നമുക്ക് തന്നെ അറിയാം, വർഷങ്ങളായി തന്നെ ഇന്ത്യയാണ് ഈ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ബലൂചിസ്ഥാനല്ല സ്വതന്ത്ര രാജ്യമായി വരണമെന്നത്. ഇത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടായിട്ട് തന്നെ കുറച്ച് നാളുകളാണ്. 65-ലും അതോടൊപ്പം തന്നെ 71-ൽ 99 കാലഘട്ടത്തിലെല്ലാം വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുകയും യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ തുടർച്ചയായി യുദ്ധങ്ങൾ പരാജയപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു ഇവർ പുതിയൊരു തന്ത്രവുമായി വരുന്നത്. കാരണം നേരിട്ട് ആക്രമിക്കാതെ ഇത്തരം ചാരപ്രവർത്തനങ്ങളിലൂടെ രഹസ്യങ്ങൾ സ്വന്തമാക്കുക, അതോടൊപ്പം തന്നെ ഭീകരവാദ ക്യാമ്പുകൾ വളർത്തി ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് കടത്തിവിട്ട് ഇന്ത്യയിൽ ഒരു ആക്രമണം നടത്തുക. അതാണ് കാരണം. ഇന്ത്യയുമായി നേരിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അവർ തുടർച്ചയായി തന്നെ പരാജയപ്പെടുകയാണ്. അങ്ങനെ തുടർച്ചയായി പരാജയപ്പെടുമ്പോൾ അവരുടെ മുന്നിലുള്ള തന്ത്രമാണ് ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് വിടുക, ഇവിടെ ഒരു ക്രമസമാധാനം തകർക്കുക എന്ന രീതിയിൽ. അതാണ് നാം മുംബൈ സ്ഫോടനത്തിൽ കണ്ടത്, മുംബൈ ആക്രമണത്തിൽ കണ്ടത്. പിന്നീട് ഈ സൈനികരെ ആക്രമിക്കുന്ന പല ഘട്ടങ്ങളിലുണ്ടല്ലോ. നമുക്കറിയാം ഇപ്പോൾ പലപ്പോഴും ഇന്ത്യ യുദ്ധം ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോൾ യുദ്ധത്തിന് ഒരുങ്ങും എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്നാൽ നയതന്ത്രപരമായിട്ട് വളരെ തന്ത്രപൂർവ്വം തന്നെ ഇതിനെ നേരിടും എന്നുള്ള തരത്തിൽ വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ജലയുദ്ധം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പാകിസ്ഥാനെ ഞെരുക്കുന്ന പരിപാടി. കാരണം ഉഭയകക്ഷി വാണിജ്യ ബന്ധം പോലും വിച്ഛേദിച്ചുകൊണ്ട്, മാത്രമല്ല ഈ സിന്ധു നദീജല കരാർ ഉൾപ്പെടെയൊക്കെ അത് നിർത്തലാക്കിക്കൊണ്ട് പാകിസ്ഥാനെ ചുരുക്കുന്ന ഒരു തന്ത്രമാണ്, ഒരു യുദ്ധമാണ് ഇപ്പോൾ ഇന്ത്യ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഒപ്പം തന്നെ പ്രധാനമന്ത്രി പറയുന്നത് സൈനികരോട് ഒരുങ്ങി നിൽക്കുക, വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചെയ്തുകൊള്ളൂ എന്നുള്ള തരത്തിൽ ഒരു ഓർഡർ നൽകിയിട്ടുണ്ട് അവിടെ. കാരണം യുദ്ധത്തിന് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ തിരിച്ചടിച്ചോളൂ എന്നുള്ള തരത്തിൽ. അപ്പോൾ ഇനിയിപ്പോൾ നോക്കേണ്ട ആർമി, എയർഫോഴ്സ്, അതേപോലെ തന്നെ നേവി എന്നിവരുടെ ഒരു പോരാട്ടം എങ്ങനെയാണെന്ന്. കാരണം അവരുടെ തീരുമാനം അവരിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈനിക മേധാവികളാണ് എങ്ങനെ തിരിച്ചടിക്കണം, ഇത്തരത്തിലാകണം എന്നുള്ളത്. അപ്പോൾ ഏത് നിമിഷവും അതിനൊരു സജ്ജമായിക്കൊണ്ട് ഇന്നിപ്പോൾ പ്രതിരോധ സെക്രട്ടറിയുമായിട്ട് പ്രധാനമന്ത്രി ചർച്ച നടത്തി കഴിഞ്ഞു. അപ്പം അതും ഇപ്പോൾ വലിയൊരു ആശയക്കുഴപ്പത്തിലാണ്. അപ്പോൾ യുദ്ധമാണോ, പലരും ചോദിക്കുന്നു എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്ന്. പക്ഷേ യുദ്ധം എന്നുള്ളത് തുടങ്ങുമ്പോൾ ഈ പറയുന്ന കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾ പിന്നീട് കാണണമെന്നില്ല. അപ്പോൾ എന്തായിരിക്കും അവരുടെ ഒരു നീക്കം? ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ചാരപ്രവൃത്തികളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെയധികം വാർത്തകൾ പോലും അധികമായി കൊടുക്കരുത്. നമ്മളുടെ ഇന്ത്യൻ വാർത്താ മാധ്യമങ്ങളെ പോലും പല കാര്യങ്ങളും വിലക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഈ ഉദ്യോഗസ്ഥർ സൈനിക തലത്തിൽ പോലും ചാരപ്രവൃത്തി നടക്കുന്നു എന്നുണ്ടെങ്കിൽ അത് വലിയൊരു പരാജയത്തിലേക്കല്ലേ പിന്നീട് പോകുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും. അത് ഈ ലൈവ് നൽകരുത് എന്ന്, മാധ്യമങ്ങൾ ലൈവ് ഉൾപ്പെടെ നൽകരുത് എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ മുംബൈ ഭീകരാക്രമണമുണ്ട്. മുംബൈ ഭീകരാക്രമണത്തിൽ എല്ലാ മാധ്യമങ്ങളും അതിന് മുന്നിൽ നിന്ന് ലൈവ് നൽകുകയാണ്. വിമാനം അങ്ങോട്ട് വരുന്നു, പട്ടാളക്കാർ ഇങ്ങോട്ട് വരുന്നു എന്ന രീതിയിലുള്ള എല്ലാം ഈ ഭീകരവാദികളും അവരെ പിന്തുണയ്ക്കുന്നവർ കൃത്യമായി തന്നെ
കാണുന്ന സാഹചര്യമുണ്ടായി. അത്തരം വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാനാണ് ഈ ലൈവ് അടക്കമുള്ള നീക്കങ്ങളിലേക്ക് തടയുന്നതിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഈ ചാരവൃത്തിയും കൃത്യമായി തടഞ്ഞില്ലെങ്കിൽ ഭാവിയിലും, ഇപ്പോൾ മാത്രമല്ല ഭാവിയിലും വലിയ തിരിച്ചടിയായിരിക്കും ഇന്ത്യക്ക് ഉണ്ടാകുക.